എവരിവൺ, വെൽക്കം ടു ഗെറ്റ് മൈ വീൽ ഷോ പവർഡ് ബൈ ഫെൽ ഇൻഫെക്റ്റഡ് മീഡിയ. ഇതെന്ന് പറയുന്നത് കോമ്പാക്ട് എസ് യു വികളുടെയും മൈക്രോ എസ് യു വികളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. അത്തരം വാഹനങ്ങൾ കയറ്റി വെക്കാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ട് നമ്മളെ പോളോ കയറ്റിയിരിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് 2017 മോഡൽ പോളോ 1.5 TDI ആണ്. ഇതൊരു വെറും 1.5 TDI അല്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വണ്ടിയുടെ ഓണർ പറഞ്ഞിരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഓണർ നിങ്ങൾക്ക് പരിചയമുണ്ട്, നമ്മുടെ ചാനൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, നമ്മളെ ജെറ്റ വീഡിയോയിൽ വന്നിട്ടുള്ള എൽവിസിൻ്റെ സ്വന്തം 2017 പോളോ 1.5 TDI ആണ് ഇത്. സോ എൽവിസേ, എന്തൊക്കെയാണ് വിശേഷം? എന്താണ് നമ്മളെ പോളോൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്യൂണിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചില ചേർന്ന് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്, നമ്മളെ വണ്ടികളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. 2017 മോഡലാണ്, 1.5 TDI ആണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലേ? 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടി സ്റ്റോക്ക് അല്ല. അതെ, ഇത് സ്റ്റേജ് 1+ റീമാപ്ഡ് ആണ്. ഡൗൺ പൈപ്പ് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് എയർ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് പെർഫോമൻസ് സൈഡിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട്, കാണുന്ന പോലെ തന്നെ വീലും ടയറും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ നോർമലി നമ്മളെ നാട്ടിൽ നിന്ന് വെച്ചാൽ ഇത്രയും കാലം വളരെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത് 1.2 നമ്മളെ GT-TSIയിൽ ആയിരുന്നു. നമ്മൾ ഈ സ്റ്റേജ് 1 സ്റ്റേജ് 2 അതുപോലെ നമ്മൾ എക്സോസ്റ്റ്, അതിൽ പോപ്സ് ആൻഡ് ബാങ്ക്സ്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് ഈ പറയുന്ന 1.2-ലായിരുന്നു. പക്ഷെ അതിനേക്കാൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് പയ്യന്മാര് വണ്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എക്സോസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുമ്പോൾ പെട്രോൾ വണ്ടി ചൂസ് ചെയ്യും. കാരണം അതിന് എക്സോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ഫീലാണ്. സൗണ്ട് തന്നെ ഡീസൽ വണ്ടിക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും പെട്രോളിന്റെ ആ ഒരു ഫീല് സൗണ്ട് കിട്ടൂല. ഇതിനൊരു ട്രക്കിന്റെ ഒരുതായ ഒരു നേച്ചറാണ്. അപ്പൊ അതാണ് മെയിൻ പോയിന്റ്, പെട്രോൾ വണ്ടി എടുത്തിട്ട് പണിയാനായിട്ട്. പക്ഷെ GT-TSIയുടെ കാര്യത്തിൽ DSG വരുന്നതുകൊണ്ട് അടിപൊളി ഗിയർ ബോക്സ്, അതിലൊന്നും പറയാനില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒത്തിരി മേളില്ല ഇതിന്റെ പൊട്ടൻഷ്യൽ. ഇത് 1.5 TDIന്റെ സ്റ്റേജ് 1+2 എന്നുള്ള ടൈമിൽ ഞാൻ സ്റ്റേജ് 2+ പോളോകളൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അല്ലെങ്കിൽ അങ്ങനെയല്ല ഫ്രണ്ട്ലി റേസ് ചെയ്യുമ്പോഴും നല്ല വ്യത്യാസമുണ്ട്. അതിപ്പോ ഈവൻ ഹൈ സ്പീഡിൽ ചിലർ പറയും പെട്രോളിന് ഇച്ചിരി ഹൈ സ്പീഡാ, പക്ഷെ ഇതിന്റെ കേസിൽ കുറച്ച് ഹൈ സ്പീഡാണെങ്കിലും നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഒന്നുമില്ല, തേർഡ് ഗിയറിലായിരുന്നായിരുന്നു അത്. നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് വണ്ടി 120+ ആണ്. 120 കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് തേർഡ് ഗിയറിലായിരുന്നു എൻ്റെ അത്. തേർഡ് ഗിയറിൽ 120 ഒക്കെ അടിക്കും. തേർഡ് ഗിയറിൽ ചിലപ്പോൾ വീൽ സ്പിന്നൊക്കെ ആവാറുണ്ട്. നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലൊക്കെ വീൽ സ്പിൻ ആവുന്ന വണ്ടി എന്ന് പറയുന്നത് ഞങ്ങൾ എസ്റ്റീമാണ് കണ്ടേക്കുന്നത്. ഞങ്ങൾ എസ്റ്റീം ഉണ്ടായിരുന്നു. എസ്റ്റീമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗിയറിൽ വീൽ സ്പിൻ, സെക്കൻഡ് ഗിയറിൽ വീൽ സ്പിൻ ആവുന്ന വണ്ടി നമുക്ക് എത്ര കണ്ട് ചെയ്യില്ല. ഫസ്റ്റ് ഗിയറിൽ കുറെ വണ്ടിയൊക്കെ ആവും. ഡീസൽ വണ്ടികൾ സെക്കൻഡ് ഗിയറിലൊക്കെ വീൽ സ്പിൻ ആവും കേട്ടോ. ഞാൻ പറഞ്ഞ തേർഡ് ഗിയറിൽ വീൽ സ്പിൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കയറി കഴിഞ്ഞാൽ പാടല്ലേ വീൽ സ്പിൻ ആവുന്നത്. അതും ചിലപ്പോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ 1.5 TDI എന്ന് പറയുന്നത് ട്യൂണേഴ്സിൻ്റെ അടുത്ത്, നിങ്ങൾ ഏതെങ്കിലും ട്യൂണേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 1.5 അതെ, 2 ലിറ്ററും അതെ. രണ്ടും ട്യൂണേഴ്സിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള എഞ്ചിൻസാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് GT-നെക്കാട്ടിൽ അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് 1.5ന്റെ ആ ട്യൂൺഡ് ഒരു സ്റ്റേജ് 1+ അവരുടെ കയ്യിൽ വണ്ടിയുണ്ട്. ആ വണ്ടിയിലാണ് അവർക്ക്. ഇത് 1.5 ഡീസൽ വണ്ടികൾ വരുമ്പോൾ തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. DPF, അതുപോലെ EGR, ഈ നമ്മൾ ആ ഒരു ട്യൂൺ 1+ ട്യൂണാണ് കൂടുതൽ അഗ്രസീവ്. സ്റ്റേജ് 2ഉം 1+ഉം തമ്മിൽ 10 to 5 bhp വ്യത്യാസമാണ് മെയിനായിട്ട് തന്നെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ പൈപ്പ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത ഗെയിൻസ് വരും, കാരണം ആ റെസ്ട്രിക്ഷൻസും കുറയുകയാണല്ലോ. അപ്പോൾ ഈ ഡീസൽ വണ്ടികളിൽ ഈ പറഞ്ഞ ഡീസൽ പർട്ടിക്കിൾ ഫിൽറ്റർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ആകുമ്പോൾ തന്നെ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്ന ഒത്തിരി അങ്ങ് വണ്ടി മാറി, വണ്ടിയുടെ നേച്ചറേ അങ്ങ് മാറി. അന്നേരം തന്നെ ഭയങ്കര വ്യത്യാസമാണ് വണ്ടിയുടെ ആ കാരണം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അനുഭവിച്ചപ്പോഴാണ് കറക്റ്റ് ഇത്രയും വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലായത്. അത് ഈ പറയുന്ന ട്യൂണേഴ്സ് ആണെങ്കിൽ അവർ അത് ഈ 1.5 അവരുടെ അടുത്ത് തന്നെ നമ്മളെ TSI മാനുവൽ ചെയ്തതുണ്ട്, ട്യൂൺ ചെയ്ത TSI മാനുവൽ. പക്ഷെ അവർക്ക് അതിനെക്കാട്ടിലൊക്കെ ഇഷ്ടം, അത് ഓടിച്ചവർക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഈ 1.5-ൽ ചെയ്ത വണ്ടികളാണ് അവർക്ക് കൂടുതലുണ്ട്. ഇതിൽ അതിനേക്കാളും കൂടുതലായിട്ട് പിന്നെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഫുൾ സിസ്റ്റം ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഡൗൺ പൈപ്പിന്റെ സൗണ്ടിന് വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസൽ വണ്ടികൾ എക്സോസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു പരിധിയുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് സൗണ്ട് വരില്ല. അപ്പോൾ ഡൗൺ പൈപ്പിൽ വരുന്ന
ക്യാറ്റ് എടുത്ത് കളയുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട്, ആ റെസ്ട്രിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് എക്സോസ്റ്റ് മെയിനായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പോപ്കോൺ ലിമിറ്ററോ ഹാർഡ് കട്ട് ലിമിറ്റർ എന്ന് പറഞ്ഞിട്ട് അത് അത്യാവശ്യം സൗണ്ട് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ റെപ്പ് ലിമിറ്റർ ആണ് അത് സംഭവം. അത് അടുപ്പിച്ച് സൗണ്ടൊക്കെ അതിൽ അത്യാവശ്യം നല്ല സൗണ്ട് കേട്ടോ. അത് നല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിന് ചെയ്തിട്ട് ഭയങ്കര പവറും ഭയങ്കര ഹൈക്കായി. അത് തന്നെയല്ല, സൗണ്ട് ഭയങ്കര മറ്റേ ആന്റിലാഗ് അടിക്കുന്ന അത് അടിപൊളിയാ. പക്ഷെ അതൊക്കെ ഇച്ചിരി അബ്യൂസിങ് ആണ്. അത്രയും ട്യൂണിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും, ഇഷ്ടം പോലെ ഇരിക്കും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോളോകളാണെങ്കിൽ അത് ചെയ്തിട്ട് അതിൽ പറയുന്നത് പൊട്ടിച്ച് കളിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അത് എനിക്ക് അങ്ങനെ വണ്ടിനെ ഇത് ചെയ്യുന്നത് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമുള്ള ഒരു മനുഷ്യനാണ്. ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ പിന്നെ എൽവിസ് ഒരു തികഞ്ഞ ഡീസൽ ഫാനാണ്. എൽവിസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബ് ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. ഡീസലും പെട്രോളും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ എക്സോസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോയും കാര്യവും എൽവിസിൻ്റെ ഉണ്ട് യൂട്യൂബിൽ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 2 മൂഡാണുള്ളത്. ഇപ്പോൾ എനിക്ക് ആ ഇലക്ട്രിക് പോലത്തെ ആ കാമായിട്ടുള്ള ഫീലും അതേസമയം പെട്ടെന്ന് നമുക്ക് ചവിട്ടി പഠിക്കുന്നത് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം കൂടെ കയറി വന്നിട്ട് എനിക്ക് ലൈക്ക് ആ നമ്മളെ BMൻ്റെ പെട്രോൾ എൻജിൻസ് ലൈക്ക് 330, 340 ആ സാധനങ്ങളൊക്കെ അതിൻ്റെ ഡ്യുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. നമുക്കതിനുള്ള ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നല്ല ഡീസൽ എൻജിൻസ് ഇല്ല, എല്ലാം തന്നെ നിർത്തി. ലൈക്ക് ഈ 1.5 എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, അത്യാവശ്യം റിലയബിൾ ആണ്, നല്ല ട്യൂണിങ് പൊട്ടൻഷ്യലാണ്. പിന്നെ 1.5 ഉള്ളത് കിയയ്ക്കും ഉണ്ടായിരിക്കും ഒരു 1.5 ഉണ്ട്. അവർക്ക് നേരത്തെ മറ്റ് ലൈക്ക് മഹേന്ദ്രയ്ക്കും ടാറ്റയ്ക്കും ഉണ്ട്. ടാറ്റയ്ക്ക് 1.5 ഉണ്ട്, നെക്സോണിലും ഉണ്ട്, ഓൾട്രോസിലും വരുന്ന 2 ഡീസൽ എഞ്ചിൻ. നമ്മുടെ ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ അവസാനത്തെ ഡീസൽ എഞ്ചിനാണ് ഓൾട്രോസിൽ വന്നിരിക്കുന്ന 1.5 ഡീസൽ എന്ന് പറയുന്നത്. ആ 1.5 ഡീസലിൽ നമ്മൾ ഏകദേശം ഒരു 1 lakh കിലോമീറ്റേഴ്സ് അടുപ്പിച്ച് ഓടിച്ച ഒരു ഓൾട്രോസ് നമ്മുടെ ഉണ്ട്. അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ലൈക്ക് അതിൻ്റെ 1 lakh എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ അടുത്തായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഭയങ്കര നൈസർ എക്സ്പീരിയൻസ് ആണ് ആ വണ്ടിയും കൊണ്ട്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വണ്ടി. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തിരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ഇനി അടുത്ത എൻ്റെ കുറച്ച് സംശയങ്ങളുണ്ട് ഈ കേസിൽ എന്ന് പറയുന്നത്. സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 1+ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 2 ഉണ്ട്, പിന്നെ സ്റ്റേജ് 3 ഉണ്ട്. എന്താണ് ഈ സ്റ്റേജ് 1 സ്റ്റേജ് 1+ ആൻഡ് സ്റ്റേജ് 2 ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്? ഇപ്പോൾ എൻ്റെ കോമൺ ആയിട്ട് എൻ്റെ മെയിൻ ആയിട്ടുള്ള സംശയം എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം എന്ന് പറയുന്നത് സ്റ്റേജ് 1+ കഴിഞ്ഞിട്ട് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് 2 ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈക്ക് ആയില്ലേ എന്നുള്ളതാണ് എൻ്റെ കാര്യം. അതല്ല, എന്താണ് ഡിഫറൻസ് എന്നൊന്ന് പറയാം. എനിക്ക് സ്റ്റേജ് 1 എന്ന് പറയുമ്പോഴേക്കും വേറെ ഹാർഡ്വെയർ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ECU ഇതിലുള്ള ഈ ട്വീക്സ് മാത്രം, ട്യൂൺ മാത്രമേ ഉള്ളൂ. എയർ ഫിൽറ്റർ മാറണമെന്നേ ഇല്ല. സ്റ്റേജ് 1+ എന്ന് പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അതിൻ്റെ അകത്ത് സ്റ്റേജ് 1+ ഇച്ചിരിയുടെ അഗ്രസീവ് മാപ്പ് ആയിരിക്കും, ഇച്ചിരിയുടെ ക്യാരക്ടർ വ്യത്യാസമുണ്ട്. സ്റ്റേജ് 1 പക്ക എക്കണോമിക് ആയിരിക്കും, എന്നാലും അതിൻ്റെ അകത്തും പവർ ഡിഫറൻസസ് ഉണ്ടാവും കേട്ടോ. സ്റ്റേജ് 2ലേക്ക് വരുമ്പോഴേക്കും ഡൗൺ പൈപ്പ് മാറേണ്ടി വരും. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് അടിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. സൗണ്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുന്ന കോമ്പണൻ്റ് ആയിട്ട് കാറ്റലിറ്റിക് കൺവേർട്ടർ മാറ്റി ഡൗൺ പൈപ്പ് അടിക്കുക, ബാക്കി സൈലന്റ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാം, സ്ലീപ്പറായിട്ട് ഓടിക്കാം. ഞാൻ എക്സോസ്റ്റ് മാറിയിട്ടും ശബ്ദമില്ലാത്ത വണ്ടികൾ കണ്ടിട്ടുണ്ട്. അതെ, ഡീസൽ വണ്ടികളായിരിക്കും. മീൻസ് ഈ പറയുന്നത് നമ്മൾ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ ശബ്ദമില്ലാത്ത ഡീസൽ വണ്ടിക്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ വണ്ടിക്ക് ഇതിന് പറയുന്ന ശബ്ദമില്ലല്ലോ. അല്ല, ഞാൻ ശബ്ദം എന്തോരം വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒന്നുമില്ല, സ്ട്രീറ്റ് അടിച്ചിട്ടും വലിയ സൗണ്ട് ഒന്നുമില്ല. സൗണ്ട് ഉണ്ട്, ഹൈ റബ്ബിങ്ങിൽ മാത്രമേ ഉള്ളൂ. അതായത് ഡീസൽ എഞ്ചിൻസിന് ഒരു പരിധി ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് സൗണ്ട് വന്നെങ്കിൽ സൈഡ് എക്സിറ്റോ അല്ലെങ്കിൽ ഡൗൺ പൈപ്പിൽ നിന്ന് പൈപ്പ് അടിക്കാണ്ടൊക്കെ ഇരിക്കണം. കാരണം അതാണ് ഡീസൽ എഞ്ചിന്റെ ഒരു ക്യാരക്ടർ. എൽവിസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് റെസ്ട്രിക്ഷൻസ് മാറുക, വണ്ടി മുന്നോട്ട് പോവുക, പെർഫോമൻസ് ഗെയിൻസ് നമ്മൾ കൂടുതൽ നോക്കിയത്. ഓക്കെ, എത്ര എക്സ്പെൻസ് വന്നായിട്ടുണ്ട് ഓർമ്മ ഉണ്ടോ ഈ പറയുന്ന പരിപാടികളെല്ലാം കൂടെ ചെയ്തപ്പോഴത്തേക്കും? ലൈക്ക് നമ്മളെ ട്യൂണിങ്ങിന് ഞാൻ ചെയ്തപ്പോൾ 18 രൂപ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നാൾ മുന്നേ, 3-4 വർഷമായത്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, എനിക്കൊരു സംശയം ചോദിക്കാണ്ട്, എൽവിസ് എങ്ങനെ ഈ ട്യൂണിങ്ങിലേക്ക് എത്തിയ ലൈക്ക് എനിക്ക് സ്റ്റോക്ക് പോരാ എന്ന് പോകുന്ന ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, തിരിച്ചറിഞ്ഞ അതെന്താണ്? എങ്ങനെയാണ് ലൈക്ക് ഈ സ്റ്റോക്ക് പോരാന്ന് തോന്നി തുടങ്ങിയ ലൈക്ക് ഇത് ടോർക്ക് പോരാ, ഈ പവർ പോരാ? ഇല്ല, ഇതിന് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഉള്ള വണ്ടിയാണ്. ഞാൻ ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ ഡീസൽ എഞ്ചിൻസിൽ ഇത് 1.5 ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല, ഇതുപോലെ കോമൺ ഒന്നുമല്ല. ഇപ്പോഴത്തെ പോലെ 4 വർഷത്തിൽ കൂടുതലായി. അന്നേരം പക്ഷെ എപ്പോഴും കുറച്ച് കൂടുതൽ വേണമെന്നാണല്ലോ. പിന്നെ മോഡിഫൈ ചെയ്യണതിന്റെ ഒരു പാർട്ടാണല്ലോ എഞ്ചിൻ്റെ അകത്ത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് എഞ്ചിനിൽ നിന്ന് പവർ കൂടുതൽ എടുക്കാൻ
പറ്റിയൊരു പുതിയ ടെക്നോളജിയാണ് ECU ട്യൂണിങ്. അത് ട്രൈ ഔട്ട് ചെയ്യാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഡിഫറൻസ്, ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വ്യത്യാസമുണ്ട്. പലരും ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട് ട്യൂൺ ചെയ്ത് വ്യത്യാസം വരില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല, ടെർബോ ഉള്ള വണ്ടികളിൽ നല്ല വ്യത്യാസം വരും, പ്രത്യേകിച്ച് ടെർബോ ഡീസലുകളിൽ. പെട്രോൾ വണ്ടികളുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിക്കാത്തൊരു മാറ്റം ഞാൻ കണ്ടു ഇതിൽ. അതിനുശേഷമാണ് പിന്നെ ഡൗൺ പൈപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. ഡൗൺ പൈപ്പ് ചെയ്തപ്പോൾ ടോപ്പ് എൻഡ് പിന്നെ ഇച്ചിരി കൂടിയ പോലെ തോന്നി. ലൈക്ക് അല്ലെങ്കിൽ ഡീസലിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലല്ലോ, ഇത് പിന്നെ ടോപ്പ് എൻഡ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തേർഡ് ഗിയറിലൊക്കെ ഈ പറഞ്ഞ സ്പീഡ് ഒരു 140 വരെ ഒറ്റ ഷൂട്ടാ. അത് പണ്ടില്ലായിരുന്നു. ഈ ഡീസൽ വണ്ടികൾ ഒരു 90-100 കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഒരു 120 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പയ്യെ ഒന്ന് മട്ടും. പക്ഷെ ഇത് 140 വരെ ഒറ്റ ഷൂട്ടാ. അത് കഴിഞ്ഞിട്ട് 160 വരെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 1.5 ഇതല്ലേ, അതിന്റെ ആ ഒരു പരിധിയുണ്ട്. 200 വരെയൊക്കെ കയറും, കയറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന് ഇച്ചിരി ടൈം എടുക്കും. കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആവുന്നു എന്ന് കാര്യങ്ങൾ. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഞാൻ ആ വ്യത്യാസം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതെ അതെ അതെ. പിന്നെ ഈ വണ്ടിക്കകത്ത് എന്താ ചെയ്തേക്കുന്നത്? വീൽസ് വന്നിട്ട് 17 ഇഞ്ച് വീൽസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ട് അഡ്വാൻറ്റേജസ് റൈഡിൽ നല്ല ഡിഫറൻസ്. ലോവർ ചെയ്തപ്പോൾ തന്നെ ശരിക്കും നമ്മുടെ സസ്പെൻഷൻ ലോവർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ സ്ട്രട്ടോടെ മാറ്റി കോയിലോസ് ഒക്കെ ചെയ്യണം എന്നാണ്. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഒറ്റയടിക്ക്, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മിനിമം കോസ്റ്റ് വരുന്നത് 1 lakh പോവാ. അല്ലെങ്കിൽ പുതിയ ഡോക്ടർ നാനോ പോലത്തെ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ, 50-60,000 ഉള്ള ബ്രാൻഡ്സ് ഉണ്ട്. അതായാലും കുഴപ്പമില്ല. ഇനിയാണെങ്കിൽ അത് എനിക്ക് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. എയർ സസ്പെൻഷനിലേക്ക് ഇനി താല്പര്യമില്ല. അത് ഞാൻ അങ്ങനത്തെ വണ്ടികൾ ഓടിക്കുമ്പോൾ ഭയങ്കര ഗോകാർട്ട് ഫീലാ ഇങ്ങനെ. കാരണം ഇപ്പൊ നമ്മളൊന്ന് വീശി എടുത്ത വളമൊക്കെ ഇവൻ ദോ ലോവർ ചെയ്യുമ്പോൾ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കുറഞ്ഞിട്ട് ഇപ്പൊ ഈ സ്പ്രിംഗിൽ ഇരിക്കുമ്പോൾ തന്നെ വണ്ടി ഇച്ചിരിയോടെ സ്റ്റേബിൾ ആവും. കാരണം വണ്ടി താഴുമ്പോൾ തന്നെ അത് അങ്ങനെയാണ്, നമുക്ക് ആ ബോഡി റോൾ, ആ ഒരു ട്രാവൽ ഇല്ലാണ്ട് വരുമല്ലോ, അന്നേരം തന്നെ കുറച്ചുകൂടെ കൂടും. ഇപ്പൊ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കോമ്പാക്ട് SUV-കളും എല്ലാം മറ്റേ മൈക്രോ SUV-കളും ആയിട്ട് മാറി തുടങ്ങി. ലൈക്ക് നമ്മള് ഇപ്പോൾ റീസെന്റ് നമ്മളൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ട്. വണ്ടി അതിപ്പോൾ റിവീൽ ചെയ്യത്തില്ല. ആ വണ്ടി ഒരു പഴയ വണ്ടിയാണ്. ഈ പറയുന്ന ഒരു സെഡാനാണ്, അത്ര ഇരിക്കട്ടെ, അതിനെപ്പറ്റി പിന്നെ റിവീൽ ചെയ്യാം. ഒരു സെഡാനാണ്. നമ്മളിന്ന് മാർക്കറ്റിലുള്ള എല്ലാ വണ്ടീനെക്കാട്ടും ലോവറായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 200 kilometers ഡ്രൈവ് ചെയ്തിട്ട്, അത് മിൻ കണ്ടീഷൻ അല്ല, ഓൾമോസ്റ്റ് ഒരു സ്ക്രാപ്പിൻ്റെ അടുത്തൊരു കണ്ടീഷനിലാണ് ഈ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ വണ്ടീനെക്കാട്ടും ലോവറായിട്ടുള്ളൊരു വണ്ടിയുടെ ഇന്നിപ്പോൾ ഇവിടെ വരെ വന്ന ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന ആ യാത്രയും അതിൻ്റെ ആ ഒരു ഫീലും ഒരു കോൺഫിഡൻസും ഉണ്ട്. അതാണ് ഒരു വണ്ടി ഇന്ന് മാർക്കറ്റിൽ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ വെർണ അത്യാവശ്യം പ്രൊമോട്ട് ചെയ്യുന്നതാണ്, വീച്ചസ് ഞാൻ ഓടിക്കാറുള്ളതാണ്. ഈ പറയുന്ന ഒരു വണ്ടികളോ സിറ്റിയോ ഈ പറയുന്ന ഒരു വണ്ടികളും ഞാൻ ഈ പറഞ്ഞ വണ്ടി, ഞാൻ ഈ എടുത്ത വണ്ടിയുടെ അടുത്തെത്തത്തില്ല. അതേതാ വണ്ടി പിന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അത് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് നമ്മളെ ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും എടുത്തിട്ട് അങ്ങ് മാറി നിൽക്ക് എന്ന്. നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ എൻ്റെ ചാനലിലാണെങ്കിലും ഞാനിപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന വണ്ടികൾ ലൈക്ക് ഹ്യുണ്ടായിനാണെങ്കിലും എക്സ്റ്റർ അത് ഇത് ഈ പറയുന്ന വണ്ടികളെല്ലാം കോമ്പാക്ട് SUV-കളല്ലേ. എനിക്ക് അത് കോമ്പാക്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ, കോമ്പാക്ട് SUV അതിന്റെ വേറെ പർപ്പസ് ആണല്ലോ ബ്രോ. നമ്മളിതിങ്ങനെ പക്ഷെ ഇപ്പൊ എല്ലാരും ചിന്തിക്കുന്ന പർപ്പസ് ആയിട്ട് കടയിൽ പോകണം, ഷോപ്പിങ്ങിന് പോകണം, പിള്ളേരെ എടുത്ത് പോകണം, കുറച്ച് ഇങ്ങനത്തെ കട്ടറിലേക്ക്. ആ പോയിന്റിൽ ഒരു ഇത്രയും കാലം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് പിന്നെ ഹാച്ച് ബാക്കുകളായിരുന്നു. പോളോ പോലത്തെ. പോളോ ഇനി ഇന്ത്യയിൽ വരുന്നു തോന്നുന്നുണ്ടോ? ഇനി വരുവാണെങ്കിൽ തന്നെ ഈ പോളോ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് പോളോ വരില്ല എന്നൊക്കെ പറയുന്നത്. അത് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതലും SUV-നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ഈ കോമ്പാക്ട് സൈസിലുള്ള SUV-കൾക്ക് കൂടുതലുണ്ട്, ശരി. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ SUV ഭയങ്കര താല്പര്യമാവും. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ പഞ്ചും പിന്നെ എക്സ്റ്ററും ഫ്യൂൽ എഫിഷ്യൻസി എങ്ങനെ കിട്ടുന്നുണ്ട്? അത് പറഞ്ഞില്ല. ഇല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നു ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത്രയൊക്കെ കലാപങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് വണ്ടിക്ക് എത്ര ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്? ഒരു നോർമൽ സിറ്റുവേഷനിൽ സാധാരണ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ 25-26 ഒക്കെ കിട്ടുന്നുണ്ട്. 25-26 ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അത്രയും ഫ്യൂൽ എഫിഷ്യൻ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം റിലയബിളാണ്, നല്ല ട്യൂണർ ഫ്രണ്ട്ലി ആണ്, നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. 330 Nm ടോർക്കും 140 bhp ഉള്ള വണ്ടി 330 Nm ടോർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം നമ്മളെ ഹാരിയറിന്റെ ആ ഫിഗറിലെത്തി. 2 ലിറ്റർ ആ ഒരു കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ട് പറയാണ്. ലൈക്ക് അത്ര എത്തി. സ്റ്റോക്ക് എത്ര വന്ന് 250
240 230 ആ റേഞ്ച്. ആ റേഞ്ചിൽ നിന്നാണ് നിങ്ങൾ ആലോചിക്കണം ആ ഒരു 330 340. ആ ഫിഗർ എന്ന് പറയുന്നത് നമ്മളെ ടാറ്റ ഹാരിയറിൻ്റെ 2 ലിറ്റർ എഞ്ചിൻ്റെ സ്റ്റോക്ക് ഫിഗറാണ്. ഈ 300 340 ആ എണ്ണം ടോക്ക് എന്ന് പറയുന്നത് അതാണ് ഈ കുഞ്ഞു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് പോക്ക് പോകുന്നു ഇമാജിൻ ചെയ്യാവുന്നല്ലേ. എന്നിട്ട് ഈ പറഞ്ഞ 25 കിലോമീറ്റർ മൈലേജ്, അത് ഭയങ്കര വലിയൊരു ബോണസ്. ഹാരിയർ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് അത്യാവശ്യം. ഹൈവേസിൽ ഞാൻ ബാംഗ്ലൂർ വന്ന സമയത്ത് 18-19 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈവേസിലല്ലേ, ലൈക്ക് അതാണ് ഡീസൽ എഞ്ചിനീയറുള്ള ഒരു പ്രത്യേകത. സോ അത്രയൊക്കെയാണ് ഈ വണ്ടീനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് വൈകിപ്പോയി. എന്തായാലും സ്റ്റേ ട്യൂൺ വിത്ത് us ബിക്കോസ് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്നതായിരിക്കും. പിന്നെ എൽവിസിൻ്റെ പുതിയതായിട്ടുള്ള യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. പേര് പറ. എൽവിസിന്റെ പുതിയ ചാനലിന്റെ പേര്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കുത്തിയിരുന്ന് സമയമെടുത്ത് എൽവിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നോക്കാൻ 4-5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു തരും എൽവിസ്, ഫ്രീ ഓഫ് കോസ്റ്റ്. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ മറ്റേ ബെൽ ബട്ടൺ അമർത്തി വിടുക. പിന്നെ നമ്മളെ കോണ്ടൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. റീസെൻ്റ്ലി നമ്മൾ i20 എൻലൈൻ മീറ്റപ്പ് എൻലൈൻ മീറ്റപ്പ് നമ്മൾ റീസെൻ്റ്ലി നടത്തിയായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു. നമ്മൾ വിചാരിച്ചതിൽ അതിന് റെസ്പോൺസ് കിട്ടി, ഫസ്റ്റത്തെ പരിപാടി. ഇനി അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ മീറ്റപ്സും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലും കാര്യങ്ങളുടെ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഞങ്ങളുടെ രണ്ടാളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്സും കാര്യങ്ങളും താഴെ കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇനി ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വൈഡാവുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും പോയിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രൈവും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അപ്പു ജോസഫ് ആൻഡ് ദിസ് ഇസ് എൽവിസ്.